വെൽക്കം ടു അവർ ചാനൽ പെസ്കാർഡിയൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു ഗെയിം പ്ലേ ആണ് ഗൈസ്. ഈ മാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. ഓപ്പോണൻറ്റിൻ്റെ ടീമിൽ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള റാഷ്ഫോർഡ് ഉണ്ട്, 102 റേറ്റഡ് റാഷ്ഫോർഡ്. അത് മാത്രമല്ല അത്യാവശ്യം ഓൺലൈൻ റേറ്റിംഗുകളുടെ ഓപ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാച്ച് വരുന്നത് നോക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിബേറ്റ് ആണ് റൊമിനിക് വേഴ്സസ് റാഷ്ഫോർഡ് എന്നുള്ളൊരു കാര്യം ബസ് CFൽ. അപ്പോൾ ആ ഒരു ഡിബേറ്റിന് ഫീച്ചർ ചെയ്യുന്നൊരു മാച്ചും കൂടിയാണിത്. അപ്പോൾ സ്ക്വാഡിൽ നമുക്ക് ബാറ്റ് ഷൂട്ടിന് ഇറക്കാം ഫസ്റ്റ് ഹാഫിൽ, എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഓപ്പോണൻറ്റിൻ്റെ സ്ക്വാഡ് നോക്കാം. ഓപ്പോണൻറ്റ് സ്ക്വാഡിൽ റാഷ്ഫോർഡും എംബാപ്പയാണ് CF കോംബോ. നല്ല ടൈറ്റ് കോംബോ ആണ്, നമുക്ക് പിടിച്ചിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ ബാക്കൊക്കെ അത്ര അടിപൊളി ബാക്കൊന്നും അല്ല. മാച്ച് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നമ്മുടെ മാനേജർ എന്ന് പറയുന്നത് 4-3-1-2 ഫോർമേഷനുള്ള മാനേജറാണ്, മില്ലേസി എന്നാണ് പേര്. നമ്മൾ ഈ മാനേജറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂ ആയിട്ട്. നല്ല അടിപൊളി മാനേജറാണ് ഗൈസ്. കളിപ്പിച്ചപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടു. അറ്റാക്കിങ് ഡിഫൻസൊക്കെ ഒരുപോലെ ബാലൻസ്ഡാണ്. ഓപ്പോണൻറ്റിൻ്റെ ഫോർമേഷനും 4-3-1-2 തന്നെയാണ്. മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ബാറ്റിസ്റ്റൂട്ട റൈറ്റ് കാർഡ്, ബാക്ക് ടു ബാറ്റിസ്റ്റൂട്ട. എംബാപ്പെ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. റൊണാൾഡീനോയ്ക്ക് പിന്നെയും ബോൾ ഇട്ടിട്ടുണ്ട്. വിയർ മാൽദിനി റൈറ്റ് കാർഡ് ത്രൂ ബോൾ വെച്ചിട്ടുണ്ട്. അത് ക്യാമ്പൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു. വിയറ ടു റൊണാൾഡീനോ ബാക്ക് ടു വിയറ. എംബാപ്പെ റാഷ്ഫോർഡ്. നല്ലൊരു ചാൻസ് ആയിരുന്നു ഗൈസ്. കണ്ടീഷൻ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടാണ്. റാഷ്ഫോർഡ് ഡേഞ്ചറാണ്. നമ്മുടെ കീപ്പർ ഒലിവർ ഖാൻ ടു ക്യാമ്പൽ ടു റാഷ്ഫോർഡ് ഇൻ്റർസെപ്റ്റ് ചെയ്തു. നല്ല ഭാഗ്യമുണ്ട് ഗൈസ്, നല്ല ഭാഗ്യമുണ്ട്. ഫസ്റ്റ് തന്നെ ഗോൾ കയറേണ്ടതായിരുന്നു. ഒരു ഗോൾ കിക്കാണ്. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മാക്സിമം റാഷ്ഫോർഡിനെ കൊണ്ട് ഷോട്ട് എടുപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഷോട്ട് എടുത്താൽ അത് ഗോളാവാൻ നല്ല ചാൻസാണ്. കാരണം കിക്കിംഗ് പവർ 99 ആണ്. ഫിനിഷിങ്ങും ആവശ്യത്തിനുണ്ട് റാഷ്ഫോർഡിന്. മത്യാസ് ടു റൊമിനിക് ഗോളി സേവ് ചെയ്തു ഗൈസ്. നല്ല ചാൻസ് ആയിരുന്നു. ഓക്കെ, കോർണറാണ്. നമുക്ക് റിവാൽഡോനെ കൊണ്ട് എടുപ്പിക്കാം. ലെഫ്റ്റ് ഫുട്ട് ആയതുകൊണ്ട് മാക്സിമം കൺവേർട്ട് ആക്കാൻ പറ്റും നോക്കണം ഗൈസ്. അതിന് പറ്റിയൊരു ചാൻസാണ്. എന്താ സംഭവിച്ചാൽ മനസ്സിലായില്ല. കറക്റ്റ് കോർണറാണോ ഡൗട്ടുണ്ട്. അല്ല, ഗോൾ കിക്കാണ് ഗൈസ്. ശരി, എഡേഴ്സൺ, പുയോൾ, ഹെർണാണ്ടസ്, ബെക്കാം ടു കസമിറോ ടു റൊണാൾഡീനോ. എംബാപ്പെ നല്ലൊരു ബിൽഡപ്പ് വരുന്നുണ്ട്. ഓക്കെ, മാൽദിനെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ മിസ് പാസ് വന്നതാണ് ഗൈസ്. ഒരാവശ്യമില്ലാണ്ടുള്ള മിസ് പാസ് ആയിരുന്നു. റാഷ്ഫോർഡ് ഗോളായിരിക്കുകയാണ് ഗൈസ്. വെറുതെ കൊടുത്ത ഗോളാണ്. മിസ് പാസ് ഇതാണ് സീൻ. റാഷ്ഫോർഡിന് ഒരു സെക്കൻഡ് പോലും വെറുതെ വിടാൻ പറ്റില്ല, അത്രയ്ക്ക് ഡേഞ്ചറാണ്. നല്ല ഫിനിഷിംഗ് ആണ്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിപ്പിംഗ് ഷോട്ട്. ഓക്കെ, നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും നോക്കാം. ബാറ്റിസ്റ്റൂട്ട റൈറ്റ് കാർഡ്, ബാറ്റിസ്റ്റൂട്ട ത്രൂ ആണ്, കണക്റ്റ് ആയില്ല ഗൈസ്. എഡേഴ്സൺ കയറി വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഓക്കെ, എഡേഴ്സൺ ടു പുയോൾ, ഹെർണാണ്ടസ്, ബെക്കാം, കസമിറോ, വിയറ. അടുത്ത അറ്റാക്ക് വരുന്നുണ്ട് ഗൈസ്. എംബാപ്പെ, റാഷ്ഫോർഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയും ഭാഗ്യമുണ്ട് ഗൈസ്. ഒലിവർ ഖാൻ്റെ സേവാണ്. കോർണറാണ് ഗൈസ്, ബെക്കാമിൻ്റെ കോർണറാണ്. ബെക്കംബോ റെഡ് ചെയ്തിട്ടുണ്ട്. റിവാൽഡോ ക്ലിയർ ചെയ്തു. ഓക്കെ, കസമിറോ, ബെക്കംബോർ, റൊണാൾഡീനോ. നല്ല ഷോട്ടായിരുന്നു, കേർവ്ഡ് ഷോട്ടായിരുന്നു. ബെക്കംബോർ, ലംബാർഡ് ഹെഡ് ചെയ്തു. ഓക്കെ, അവർക്ക് ത്രോ ആണ്. ഹെർണാണ്ടസിൻ്റെ ത്രോ. ബെക്കാം ടു റൊണാൾഡീനോ. ഹെർണാണ്ടസ് തന്നെയാണ്. ക്രോസ്. റാഷ്ഫോർഡിൻ്റെ ഹെഡായിരുന്നു. പവർ വന്നില്ല, പവർ കുറഞ്ഞുപോയി. ഓക്കെ, ഗോൾ കിക്കാണ്.
ഒലിവർ ഖാൻ ടു അലാബ ടു മാൽദിനി, മത്യൂസ് ബാക്ക് ടു അലാബ, റൈക്കാർഡ് ബാക്ക് ടു ക്യാമ്പൽ, ബെക്കംബോർ പാസ് നഷ്ടപ്പെടുത്തി, ബെക്കംബോർ ടു റൈക്കാർഡ്, മത്യൂസ്, റിവാൾഡോ ടു ലംബാർഡ്, ബാറ്റിസ്റ്റൂട്ട, വീണ്ടും ഒരു മിസ് പാസ്, ലംബാർഡ് ടു പുയോളിൻ്റെ നല്ലൊരു ഇൻ്റർസെപ്ഷൻ ആയിരുന്നു ഗൈസ്, റാഷ്ഫോർഡ്, മാൽദിനി ടു മത്യൂസ് ടു റൈക്കാർഡ്, റൊമനിക് കയറുന്നുണ്ട്, പക്ഷേ റൊണാൾഡിനോ വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തു, ബെക്കംബോർ, എംബാപ്പെ, ക്യാമ്പൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഓക്കെ, അടുത്തൊരു ഓക്കെ ഗൈസ്, ഹാഫ് ടൈം ആയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ പൊസിഷനൊക്കെ അവർക്കാണ് കൂടുതൽ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാം, നമുക്ക് ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പകരം വാൻ ബാസ്റ്റൻ ഇറക്കാം. DMFൽ ബെക്കാമിനെ ഇറക്കാം, ബെക്കാം നല്ല ഫോമിലാണ്. ഇപ്പോൾ നമ്മൾ വാൻ ബാസ്റ്റനെയും ബെക്കാമിനെയും സബ്ബായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഓപ്പോണൻറ്റ് നല്ല കളി കളിച്ചിട്ടുണ്ട് ഗൈസ്, നമുക്ക് നല്ല അറ്റാക്കൊന്നും ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഹാഫ് പിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ടച്ച് ആർക്കാണ്, എംബാപ്പെ, ബെക്കാം, കസമിറോ, വിയറ ടു റൊണാൾഡിനോ, റാഷ്ഫോർഡ് രക്ഷയില്ലാത്ത ഗോൾ ഗൈസ്. ലോങ് റേഞ്ചർ അടിച്ച് കയറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒലിവർ ഖാൻ്റെ പോസ്റ്റിലേക്കാണ് കയറിയത്. കിക്കിംഗ് പവറിൻ്റെ ബലത്തിലാണ് ആ ഗോൾ കയറിയത് ഗൈസ്. നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, നല്ലോണം ഒന്നും കാണാൻ പോലും പറ്റിയില്ല ഗൈസ്, അത്ര പെട്ടെന്ന് അടിച്ച് കയറി കളഞ്ഞ്. 2-0 ഇപ്പോൾ സ്കോർ ഗൈസ്. നമുക്കിനി തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കാം. വാൻ ബാസ്റ്റനൊക്കെ ഉണ്ട്. ഓക്കെ, റാഷ്ഫോർഡ് പിന്നെയും കയറുന്നുണ്ട്. ഓപ്പോണൻറ്റ് പിന്നിൽ ലോങ് റേഞ്ച് ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓപ്പോണൻറ്റ് പ്രതീക്ഷ വന്നിട്ടുണ്ട് ലോങ് റേഞ്ചർ നല്ലോണം കയറുന്നുള്ള. ഒലിവർ ഖാൻ ടു വാൻ ബാസ്റ്റൻ, റിവാൾഡോ, വാൻ ബാസ്റ്റൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. ലോങ് റേഞ്ച് തിരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാൻ ബാസ്റ്റൻ്റെ പവർ. 2-1 ആക്കിയിട്ടുണ്ട് സ്കോർ. നല്ലൊരു ഗോളായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് സ്കോർ ലെവലാക്കാൻ പറ്റും നോക്കാം. ഓപ്പോണൻറ്റ് കയറുന്നുണ്ട്, ലംബാർഡ് ഗോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. മത്യൂസ് ടു ലംബാർഡ്, റിവാൾഡോ, ബെക്കാം ടു വാൻ ബാസ്റ്റൻ ടു റൊമനിക്, റൊമനിക് കയറുന്നുണ്ട്. റൊമനിക് ഓക്കെ ഗൈസ്, ഗോളാണ്. 2-2 ആക്കിയിട്ടുണ്ട് നമ്മൾ. വാൻ ബാസ്റ്റൻ കറക്റ്റ് കൊടുത്തോണ്ടാണ് റൊമനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. നല്ല പാസിങ് ആയിരുന്നു വാൻ ബാസ്റ്റൻ്റെ. നമുക്ക് നോക്കാം, കളി ഇപ്പോൾ ലെവലായിട്ടുണ്ട്. ഇനി കുറച്ച് ടൈറ്റ് ആകും കളി. ഓക്കെ, വിയറ ടു ക്യാമ്പൽ, വിയറ ടു കസമിറോ, ബെക്കാം, ലംബാർഡ്, വാൻ ബാസ്റ്റൻ ടു റൊമനിക് പിന്നെ കയറുന്നുണ്ട്. ഓപ്പൺ ചാൻസ് ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഗോളായിട്ടുണ്ട്. 3-2. നമ്മൾ നല്ല കമ്പാക്ക് നടത്തി. റൊമനിയുടെ റൺ അടിപൊളിയായിരുന്നു. ഓഫ് സൈഡ് ആവാതെ കറക്റ്റ് കയറി റൊമനിക്ക്. അപ്പോൾ 3-2 നമ്മളൊരു ഗോളിന് ലീഡ് ചെയ്യുകയാണ്. ഇനി 63 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ടൈം പിടിച്ചിക്കാൻ നോക്കണം. റൊണാൾഡിനോ, ഓപ്പോണിൻ്റെ മിഡ്ഫീൽഡ് നല്ല മിഡ്ഫീൽഡാണ്. റിവാൾഡോ, ബെക്കാം, അത് മിസ്പാസ് ആയിപ്പോയി ഗൈസ്. കസമിറോ ടു ബെക്കാം, റൊണാൾഡിനോ, റാഷ്ഫോർഡ് ഡേഞ്ചർ ആവുന്നുണ്ട്. നല്ലൊരു ബ്ലോക്ക് വന്നു ഗൈസ്. ക്യാമ്പലിൻ്റെ ബ്ലോക്കാണെന്നാണ് തോന്നുന്നത്. വാൻ ബാസ്റ്റൻ ബാക്ക് ടു ലംബാർഡ്, ബെക്കാം,
ലംബാർഡിൻ്റെ ക്ലിയറൻസ്, ഡൊമിനിക് ടു ബെക്കാം, എംബാപ്പെ. ഒലിവർ കാൻ നല്ലൊരു സേവ് ആയിരുന്നു ഗൈസ്. ഓടി വന്ന് മാൽദിനി ടു ബെക്കാം ടു റിവാൾഡോ, ലംബാർഡ്, റിവാൾഡോ. അടുത്തൊരു ചാൻസ് ആണ് ഗൈസ്. മാൽദിനി ക്രോസ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ബെക്കാം, ലംബാർഡ്, ബാക്ക് ടു ബെക്കാം. കർവ് ചെയ്ത് നോക്കിയാണ് ഗോളി സേവ് ചെയ്ത്. നല്ല ചാൻസ് ആയിരുന്നു ഗൈസ്. റൊണാൾഡിനോ ടു എംബാപ്പെ, അലാബ. ഫൗളാണ് ഗൈസ്. എംബാപ്പയാണ് വീണത്. ഓപ്പോണ്ട് പോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ് ഇറക്കി നോക്കാം. നമുക്കിപ്പോൾ റിവാൾഡോ ടയർഡായിട്ടുണ്ട്, അപ്പോൾ അതിന് പകരം എഡ്വേർഡിനെ യൂസ് ചെയ്യാം. എഡ്വേർഡ് നല്ല ഫോമിലാണ്. ഓപ്പോണ്ട് എന്താ മാറ്റം വരുത്തിയെന്നറിയില്ല, നോക്കാം. ഓപ്പോണ്ട് ഇൻസാഗിനെ ഇറക്കിയിട്ടുണ്ട്, സൂപ്പർ സബ് ഇൻസാഗിനെ ഇറക്കിയിട്ടുണ്ട്. സീനായിരിക്കും. ഓക്കെ, വിയറ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ഗോളാക്കി. റാഷ്ഫോർഡ് ഹാട്രിക് അടിച്ചിട്ടുണ്ട്. ഓപ്പോണ്ട് ലെവൽ ചെയ്തു. നമ്മൾ കളി നഷ്ടപ്പെടുത്തിയാണ്. റാഷ്ഫോർഡ് അങ്ങനെ ഗോൾ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. വാൻ ബാസ്റ്റൺ, ബെക്കാം, വാൻ ബാസ്റ്റൺ, ബെക്കംബോർ, എംബാർഡ്. പിന്നെ ഇൻ്റർസെപ്ഷൻ വന്ന് ഇനി തിരിച്ചടിക്കാനുള്ള ടൈം ഉണ്ടെന്ന് തോന്നുന്നില്ല ഗൈസ്. ഓക്കെ, 5 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ട്. റാഷ്ഫോർഡ് കയറുന്നുണ്ട്. അയ്യോ, സീനാണ് ഗൈസ്. റാഷ്ഫോർഡിനെ പിടിക്കാൻ പറ്റുന്നില്ല. ലക്കുണ്ട് ഗൈസ്. ലാസ്റ്റ് മിനിറ്റിൽ ഓപ്പോണ്ടിന് ലീഡ് നേടാനുള്ള ചാൻസ് ആയിരുന്നു. രക്ഷപ്പെട്ടു. ഓക്കെ, കളി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. 3-3 സ്കോർ. ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടത് തന്നെയാണ്. കാരണം റാഷ്ഫോർഡ് അത്രയും നല്ല കളിയാണ് കളിച്ചത്. 11 ഷോട്ടാണ് ഓപ്പോണ്ട് അടിച്ചത്. ഭാഗ്യമുണ്ട്. മാൻ ഓഫ് ദി മാച്ച് റാഷ്ഫോർഡാണ്. ഹാട്രിക് അടിച്ച് 9 ഷോട്ട്, ഓൺ ടാർഗറ്റ് 5. നല്ല കളിയാണ് റാഷ്ഫോർഡ് കളിച്ചത് കേട്ടോ. ഫുള്ള് നിറഞ്ഞ് കളിച്ചിട്ടുണ്ട്. റൊണാൾഡിനോയും മോശമില്ലാതെ കളിച്ചു. 2 അസിസ്റ്റ് ഉണ്ട് റൊണാൾഡിനോയ്ക്ക്. നമ്മുടെ ടീമിൽ വാൻ ബാസ്റ്റനും റൊമിനിക്കും 2 അസിസ്റ്റ് ഉണ്ട് വാൻ ബാസ്റ്റന്. ഓക്കെ, ശരിക്കും ഈ കളി നല്ലോണം മനസ്സിലായി. റൊമിനിയുടെ നല്ല പവർ റാഷ്ഫോർഡിനുണ്ട്. വേറെ ലെവൽ കാർഡാണ് റാഷ്ഫോർഡ്. അറ്റാക്കിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് സെൻറ്റർ അറ്റാക്കിങ് ആയിരുന്നു. ഓപ്പോണ്ട് റാഷ്ഫോർഡിനെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചു. നല്ല റിസൾട്ട് കിട്ടി ഓപ്പോണ്ടിന്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഗൈസ്. റാഷ്ഫോർഡിൻ്റെ പുതിയ കാർഡ് എത്രത്തോളം ഡേഞ്ചറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.